നല്ല അടിപൊളി ടേസ്റ്റുള്ള മേത്തി മട്ടർ മലായിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് മേത്തി ലീവ്സ് കുറച്ച് എണ്ണയിലൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വറുക്കണം, എന്നാലേ അതിൻ്റെ കൈപ്പരസം മാറുള്ളൂ. ഇനി കുറച്ച് ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസ് തന്നെ വേണം. അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് ഉടയുന്ന പരുവത്തിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂനട്ട്, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീർ റെഡ് ചില്ലി പൗഡറും മല്ലിപ്പൊടി, കുറച്ച് ആംചൂർ പൗഡർ, ജീരകപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതൊന്ന് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നരച്ചെടുക്കാം. ഇനി സെയിം പാൻ ചൂടാക്കാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് പട്ട, ഏലക്ക, ബേ ലീഫ്, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി, ജീരകം ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുത്തു. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുന്ന ഗ്രേവിയിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചതും പിന്നെ മേത്തി ലീവ്സും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ലാസ്റ്റിൽ കുറച്ച് കസൂരി മേത്തി, മല്ലിയില, ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്ത കറി റെഡി.